ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് പ്രയറിൻ്റെ 2-ാം ദിവസത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിലേക്ക് ഞങ്ങളെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. യേശു ഞങ്ങളോട് ആഴമായി സംസാരിക്കണമേ. ഹൃദ്യമായ ദൈവസ്വരം കൊണ്ട് ഞങ്ങളുടെ ജീവിതം സമ്പന്നമാക്കണമേ. ഒരു പുതിയ നവീകരണത്തിലേക്ക്, നവോത്ഥാനത്തിലേക്ക് ഞങ്ങളുടെ ആത്മമനുഷ്യനെ ഈ രാത്രിയിൽ കൈപിടിച്ചുയർത്തണമേ. ഒന്ന്, ഞാൻ ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഭയ്ക്ക് ഇത് പുരോഗതിയുടെ രാത്രിയാകണം. എൻ്റെ ദൈവജനത്തിൻ്റെ അവസ്ഥ മാറണം. എൻ്റെ വിശ്വാസ സമൂഹം ഇതിനാൽ രക്ഷപ്പെടണം. എൻ്റെ ദൈവമക്കളുടെ ജീവിതത്തിൽ വലിയ പുരോഗതികളുണ്ടാകണം. ഇവരുടെ കഷ്ടതകളിൽ നിന്നും നെടുവീർപ്പുകളിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്ന കാഴ്ച എനിക്ക് കാണണം. ഞാൻ അതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ എൻ്റെ ആഗ്രഹത്തെ സഫലമാക്കണമേ. എൻ്റെ സ്വപ്നത്തെ നീ പൂർത്തിയാക്കണമേ. ഒരു സമൂഹത്തെ യേശുക്രിസ്തുവിലൂടെയുള്ള ഉന്നമനത്തിന്, യേശുക്രിസ്തു നൽകുന്ന അത്ഭുതകരമായ രൂപാന്തരീകരണത്തിന് വിധേയരാക്കി തീർക്കേണ്ടതിന് ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രിയിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിൽ സ്നേഹനിധികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും വലിയവനായ കർത്താവാം യേശുക്രിസ്തുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായ നാമത്തിൽ ഇന്ന് രാത്രിയിലെ ദൈവിക ആലോചനയിലേക്ക് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 സെഗ്മെൻറ്റുകളിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ആഴത്തിൽ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ആ ദൈവസ്വരത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന അനുഭവങ്ങൾ വരും മണിക്കൂറുകളിൽ നിങ്ങളുടെ മേൽ അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടെ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരുവാൻ കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്ന ദൈവികാലോചന എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ളതായ ദൈവവചന ഭാഗങ്ങളാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ളതായ വിശുദ്ധ വേദഭാഗങ്ങൾ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. നിങ്ങളിത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതായ ബോധ്യത്തിൽ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്കും ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും, വായിക്കൂ, പ്രവാചകന്മാർക്കും ആമേൻ, ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതായിരുന്നുവെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനായി ഈ കൃപ നൽകി. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ഈ രാത്രിയിൽ ഈ 10 വചനങ്ങളിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈടുറ്റ ഒരാലോചന നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശക്തിയോടുകൂടെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഈ രാത്രിയിൽ ഈ ദൈവിക ആലോചനയുടെ പുറകിലുള്ള സാരാംശം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഉണർവുള്ളൊരു മനസ്സോടുകൂടെ ദൈവകൃപയിൽ ഇതെന്താണെന്ന് അറിയുവാൻ, ഇതിനാൽ നിങ്ങളുടെ ജീവിതത്തിന് ദൈവം തരാൻ പോകുന്ന വിടുതൽ എന്താണെന്നുള്ളത് പ്രാപിപ്പാൻ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ സമ്പന്നനും ജ്ഞാനിയുമായ ഒരു മനുഷ്യൻ കോട്ടയം നഗരത്തിൽ വളരെ ആഡംബരത്തോടുകൂടെയും എല്ലാവിധ സുഖസൗകര്യങ്ങളോടുകൂടെയും ജീവിക്കുകയാണ്. നാട്ടും വീടും എല്ലാം അയാൾക്ക് വലിയ മാന്യത നൽകുന്നുണ്ട്. ഈ സൊസൈറ്റി അദ്ദേഹത്തെ വളരെ ഉന്നതമായ നിലയിൽ ജീവിക്കുന്നൊരു മനുഷ്യനായി വിലയിരുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പദ്ധതികളെല്ലാം വിജയമാണ്. സകലതിലും പരാജയം എന്തെന്ന് അയാൾ അറിയാത്ത വിധം ഉന്നതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എൻ്റെ വിജയത്തിൻ്റെയും പദ്ധതിയുടെയും രഹസ്യം എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ നാടിനും
എന്നെ അറിയുന്ന സകലർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ പോകുകയാണെന്ന് അയാൾ തീരുമാനിച്ചു. കേൾക്കുന്നുണ്ടോ? ആ തീരുമാനപ്രകാരം തൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു ചിത്രം നൽകുവാൻ ആ മനുഷ്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു. സൊസൈറ്റിയിലേക്ക് വന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ നേടിയ വിജയങ്ങൾ, ഞാൻ ഇത്രയും കാലം സമ്പാദിച്ച എൻ്റെ മുഴുവൻ സ്വത്ത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ളതായി എൻ്റെ ഹൃദയ പദ്ധതി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുകയാണ്. അതിനുശേഷം സമൂഹത്തിൽ നമ്മുടെ തിരുനക്കര ആ ക്ഷേത്ര വഴിയിൽ യാചകനായിരുന്ന ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണം. ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് തൻ്റെ മകൻ്റെ കൂടെ ഇരുത്തി അതിനുശേഷം പത്രക്കാരെ, മീഡിയയെ എല്ലാം അയാൾ വിളിച്ചു കൂട്ടിയിട്ട് തൻ്റെ പുത്രന് വേണ്ടി അയാൾ നൽകുവാൻ ഉദ്ദേശിക്കുന്ന സകല സമ്പത്തിലും ഈ യാചകനെ അയാൾ അവകാശിയാക്കി തീർത്തു. എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് കാണുന്ന ആർക്കും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞ് പലരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും ഒരു എത്തും പിടിയും ആർക്കും കിട്ടിയില്ല. അങ്ങനെ മുന്നോട്ട് പോകവേ ഈ യാചകനായിരുന്നവൻ ഭയങ്കരമായ നിലയിൽ അങ്ങ് അഭിവൃദ്ധി പ്രാപിച്ചു. എന്നാൽ ഈ അപ്പൻ്റെ പുത്രനാകട്ടെ ഈ യാചകനെ ഉന്നതനാക്കിയ ശേഷം അയാളും അങ്ങ് മാറി നിന്നു. ചുരുക്കത്തിൽ ഈ നഗരത്തിൻ്റെ നടുവിൽ ഏറ്റവും മേത്തരമായ നിലയിൽ പിന്നീട് ആ കുടുംബത്തെ അഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് ഈ പെരുവഴിയിലിരുന്ന യാചകനാണ്. വലുതും മനസ്സിലാകുന്നുണ്ടോ? അയാളുടെ ബിസിനസ്സുകൾ, അയാളുടെ ആസ്തികൾ, അയാളുടെ മുഴുവൻ അസറ്റുകൾ, അയാൾക്ക് ലോകത്തോട് പറയാനുള്ള വാക്കുകൾ, അയാൾ ഒപ്പിടാൻ പോകുന്ന കാര്യങ്ങളിലെ പവർ ഓഫ് അറ്റോർണി, ഇതെല്ലാം ഈ യാചകനായിരുന്ന മനുഷ്യൻ വന്ന് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ചുരുക്കത്തിൽ ഈ പിതാവിൻ്റെയും ഈ മകൻ്റെയും മുഴുവൻ കാര്യാദികളുടെയും വിനിമയത്തിൻ്റെ ഉത്തരവാദിത്വം നാട്ടുകാരുടെ മുൻപിൽ ഈ യാചകനായിരുന്ന മനുഷ്യൻ ഏറ്റെടുക്കുന്ന കാഴ്ച ലോകം കണ്ടു. എന്നാ ഒരു ഭാഗ്യമാണ് ഇവനുണ്ടായത്, എന്നാ ഒരു രാജയോഗമാണ് ഇവന് കിട്ടിയത്, നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി. ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട വചനത്തിൻ്റെ ഏകദേശം ഒരു ചിത്രം മനസ്സിലായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. സർവശക്തനായ ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഒരു മഹാമർമ്മമുണ്ട്, ഒരു വലിയ രഹസ്യമുണ്ട്. ദൈവം ആ രഹസ്യം ആരോടും പറഞ്ഞില്ല. ഒറ്റ കുഞ്ഞുങ്ങളോട് ദൈവം അത് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്ന ദൂതന്മാരിത് മനസ്സിലാക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തെറ്റി. ദൈവത്തിൻ്റെ കൂടെയുള്ള ഗബ്രിയേലോ മീഖായേലോ ദൈവത്തെ വന്ദിക്കുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ദൂതന്മാർക്കാർക്കും ഈ പറയപ്പെടുന്ന ദൈവത്തിൻ്റെ മഹാപദ്ധതിയെക്കുറിച്ച് ഒരവബോധവും ദൈവം കൊടുത്തില്ല. ദൈവം അത് രഹസ്യമാക്കി വെച്ചു. ആരോടും പറയാതെ തമ്പുരാൻ തൻ്റെ ഉള്ളിൽ സീക്രട്ടായിട്ട് പാലിച്ചിരുന്ന ആ കാര്യം ഒരു ദിവസം റിവീൽ ചെയ്യാൻ ദൈവം തീരുമാനിച്ചു. സ്തോത്രം. ആരോടും പറയാതെ ദൈവത്തിൽ മാത്രമായി മറഞ്ഞിരുന്നതായ ആ മർമ്മം എന്താണെന്ന് ദൈവം പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി. ദൂതന്മാരോട് പറയാത്തത് ദൈവം ഒരു മനുഷ്യനോട് പറഞ്ഞു. ആ മേൻ കെരൂബുകളോട് കൈമാറാത്തത് ദൈവം ഒരു മനുഷ്യൻ്റെ ചെവിയിൽ പറഞ്ഞു. ആരോടും പറയാത്ത രഹസ്യം ദൈവം ഒരു മനുഷ്യനോട് പറഞ്ഞു. ആ മനുഷ്യൻ ആ രഹസ്യം കേട്ടിട്ട് അടങ്ങിയിരിക്കാൻ നോക്കിയിട്ട് അയാൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. കിറുക്ക് പിടിച്ചവനെ പോലെ കണ്ണിൽ കണ്ട നാട്ടിലൂടെ എല്ലാം അയാൾ ഓടി ഓടി ഓടി. ജയിലിലും കയറി, നാട്ടിലും കയറി, തെരുവോരങ്ങളിലും കയറി, അമ്പലനടകളിലും കയറി, നദീതീരങ്ങളിലും കയറി, തനിക്ക് പോകാവുന്ന കപ്പലുകളിലെല്ലാം കയറി അയാൾ ഇതിനെക്കുറിച്ച് മാലോകരോട് അടയ്ക്കാതെ വിളിച്ചു പറയാൻ തുടങ്ങി. ദൈവം എന്നോടൊരു രഹസ്യം പറഞ്ഞു, അത് ഞാൻ ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. എനിക്കിനി ഇത് മൂടി വെക്കാൻ പറ്റത്തില്ല. ഇത് കേട്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ സൗഭാഗ്യമാണ്. ചേട്ടാ കേൾക്കണേ, ചേച്ചി കേൾക്കണേ, സഹോദര കേൾക്കണേ, സഹോദരി കേൾക്കണേ, കുഞ്ഞെ കേൾക്കണേ. അങ്ങനെ തൻ്റെ കണ്ണിൽ കണ്ട സകലരോടും അദ്ദേഹം ആ മർമ്മത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സിംഹാസനം അലങ്കരിച്ച കൈസറോട് അതിനെക്കുറിച്ച് പറയണമെന്ന് അയാൾക്ക് ആഗ്രഹം തോന്നി. അഗ്രിപ്പ രാജാവിനോട്, മഹാനായ ഫെലിക്സിനോട് അയാൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അകമ്പടി പട്ടാളത്തിലൊക്കെയും അയാൾ പറഞ്ഞു. തന്നെ കൊണ്ടുപോയി ഇട്ട ജയിലിൽ കിടന്ന ഒനേസിമോസ് എന്ന തടവുകാരനോട് പറഞ്ഞു. തനിക്കറിയാവുന്ന സകല മനുഷ്യരോടും അയാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ടും മനസ്സിലാകാത്തവർക്ക് അറിയേണ്ടതിന്, കോട്ടയംകാരും അത് അറിയേണ്ടതിന് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ പുള്ളി അത് എഴുതി വിട്ടു. സ്തോത്രം. നിങ്ങളിത് അറിയേണ്ടതിന്, നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഇത് വായിക്കേണ്ടതിന് ആ മർമ്മം എന്താണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വെളിപ്പെടുത്തുന്നു. ഒരു നിർഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കൈരങ്ങളിൽ എഴുതി കിട്ടിയിട്ട് നൂറ്റാണ്ടുകളായിട്ടും ഗണ്യമാം വിധം ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ആത്മീക അർത്ഥം എന്തെന്ന് കണ്ടെത്താൻ
മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയാവുന്ന പലർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടമാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം ഇത് വായിച്ച് കേൾപ്പിച്ചപ്പോഴും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇത് ഇവിടെ ഉറക്കെ വൈകിക്കൂടെ വായിച്ചപ്പോഴും ഏറ്റേറ്റ് പറഞ്ഞപ്പോഴും ഇതെന്തുവാ സാധനം, ഇതെന്നതായി പറയുന്നേ, ഇതാർക്കും മനസ്സിലാകാത്ത ഏതാണ്ടെല്ലാം കാര്യങ്ങളാണെന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മളിതിനെ വിലയിരുത്തിയത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അതിനെ വ്യക്തമാക്കുകയാണ്. അതിൻ്റെ 10-ാമത്തെ വചനം, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം. കേൾക്കണം, സ്വർഗത്തിലെ വാഴ്ചകൾ, ഭൂമിയിലെ വാഴ്ചകളല്ല. ഭൂമിയിൽ വാഴുന്നത് ആരാണ്? ഒരു മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന വേറെ മന്ത്രിമാരുണ്ട്, അധികാരങ്ങൾ, ജഡ്ജിമാരുണ്ട്, കളക്ടർമാരുണ്ട്, പല ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്, പോലീസുകാരുണ്ട്. ഈ പവറും അതോറിറ്റിയും ഭൂമിയിൽ കൈകാര്യം ചെയ്യുന്നവരെ പോലെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ അധികാരവും ശക്തിയും കൈകാര്യം ചെയ്യുന്ന ഉന്നതന്മാരായ വലിയ മാലാഖമാരുണ്ട്. അവരോട് ദൈവം ഇതുവരെയും ഈ കാര്യത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അവരോട് ഈ കാര്യത്തെക്കുറിച്ച് തമ്പുരാനൊന്നുമേ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം, ചെറിയ ജ്ഞാനമല്ല, ബഹുവിധമായ ജ്ഞാനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബഹുവിധമായ ജ്ഞാനം, വലിപ്പമുള്ള ജ്ഞാനം, ബഹുത്വമുള്ള ജ്ഞാനം, വലിപ്പമേറിയ ജ്ഞാനം. ഈ വലിയ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം, അതായത് ഈ ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവം ഭൂമിയിൽ പബ്ലിഷാക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ ഒരു രഹസ്യ മാർഗം കണ്ടെത്തിയിരുന്നു. ഏറ്റവും ഒരിക്കൽ എൻ്റെ ഉള്ളിലിരിപ്പ് ഞാൻ ലോകത്തോട് പറയും, എൻ്റെ സകല സൃഷ്ടികളോടും ഞാൻ എൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞാൻ തെളിയിക്കും. അത് തെളിയിക്കുവാൻ ഞാൻ ഒരുവനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതെൻ്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലൂടെ ഞാൻ ലോകത്തോടത് വിളംബരം ചെയ്യും. അന്ന് യേശുവിലൂടെ എൻ്റെ മനസ്സിലിരിപ്പ് എന്തായിരുന്നെന്ന് ലോകം അറിയും. ഇതാണ് ദൈവത്തിൻ്റെ 1-ാമത്തെ പ്ലാൻ. പക്ഷെ യേശു ഭൂമിയിൽ വന്നിട്ടും ലോകത്തിനത് മനസ്സിലായില്ല. സ്തോത്രം. അതവരറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. പക്ഷെ അവർ ക്രൂശിച്ചു, ജീവനാഥനെ കൊന്നു, പക്ഷെ അവൻ ഉയർത്തു. എന്നിട്ടും ദൈവത്തിന് ആ രഹസ്യം ലോകത്തോട് പറയണമെന്നുള്ള ആഗ്രഹത്തിന് അല്പം പോലും മാറ്റം വന്നില്ല. ഒരു സ്തോത്രം പറയാമോ? ആ കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് പ്രൊജക്റ്റ് ദൈവം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ ഉള്ളിലെ താല്പര്യങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള ഈ മഹാരഹസ്യം ഞാൻ ഇനി വെളിപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സഭ മുഖാന്തരമാണ്. അതായത് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നീ ദൈവത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ട ആളാണ്. നീ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ തെളിവായി അറിയപ്പെടാൻ വേണ്ടി നിയോഗം ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണ്. കേവലം ഒരു സാധാ മനുഷ്യജീവിയായി നിങ്ങളെ കാണുന്നെങ്കിൽ അത് ഉത്തരം തെറ്റാണ്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് തന്റെ ജ്ഞാനത്തിന്റെ തെളിവായിട്ടാണ്, തന്റെ പരിജ്ഞാനത്തിന്റെ അടയാളമായിട്ടാണ്, തന്റെ ഹൃദയത്തിന്റെ അകത്തെ നിസ്തുല്യമായ രഹസ്യങ്ങളുടെ ആ അകം എന്തെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന ഉജ്ജ്വലമായൊരു പത്രമായിട്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നെ നോക്കുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ ഹൃദയം വായിക്കാൻ കഴിയും. റൂഡാരവന ഹംസസ്മനാധിയ. ആ പദം എല്ലാവരും ഒന്ന് പറയണം. എന്നെ നോക്കുന്ന ഒരാൾക്ക്, എല്ലാവരും പറ, എന്നെ നോക്കുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ ഹൃദയം വായിക്കാൻ കഴിയും. ദൈവത്തിന്റെ ഹൃദയം വായിക്കാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞേ, എന്നെ നോക്കുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ ഹൃദയം എപ്രകാരമെന്നത് വായിപ്പാൻ കഴിയും. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് എന്റെ ദൈവം ആരാണെന്നുള്ളത് പിടികിട്ടും. എന്റെ ജീവിതത്തെ കുറിച്ച് കേൾക്കുന്ന ഒരാൾക്ക് സർവശക്തനായ ദൈവത്തിന്റെ കരുണ എന്താണെന്നുള്ളത് മനസ്സിലാകും വിധം എന്റെ ജീവിതം ദൈവം തെളിവാക്കാൻ പോകുകയാണ്. ഒരു ദൂത് ഞാൻ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സകലരോടും പറയാം, നിന്റെ ജീവിതം ആയിരങ്ങളുടെ മുൻപിൽ
ദൈവത്തിന്റെ ഹൃദയ പദ്ധതി എന്തെന്ന് തെളിയിക്കുന്നതിന് ദൈവം ഒരു ഉന്നത അടയാളമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി നീ നേരിടുന്ന ചില പരീക്ഷകളോ, നീ കടന്നു പോകുന്ന ചില സംഘർഷങ്ങളോ, അത് നിന്നെ ഒടുക്കിക്കളയാനല്ല എന്ന് ഞാൻ ആധികാരികമായി പറയുന്നു. അതിന്റെ അപ്പുറത്ത് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉജ്ജ്വലമായ പദ്ധതി, തന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ എന്തെന്ന് ലോകത്തോട് അഡ്രസ് ചെയ്യാനുള്ള ദൈവത്തിന്റെ മഹാപദ്ധതിയുടെ ഭാഗമായിട്ടാണ് തമ്പുരാൻ അത് ചെയ്യുന്നത് എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു. എന്റെ കുടുംബത്തിന്റെ അകത്തെ ഓരോ ഇൻസിഡൻസും, എന്റെ ലൈഫിലെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തെളിവായി ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുന്നു. ജീവിതത്തിൽ നല്ലത് ഭവിക്കുമ്പോൾ ദൈവം തരുന്നതും, ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ അത് സാത്താൻ തരുന്നതുമാണെന്ന് കരുതരുതേ. നിന്റെ ജീവിതത്തിൽ ഭവിക്കുന്ന എല്ലാറ്റിന്റെയും പുറകിൽ ദൈവത്തിന്റെ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. നീ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് ദൈവത്തിന്റെ ഒരു ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. നീ സിംഹക്കുഴിയിൽ വീഴുന്നത് ദൈവത്തിന്റെ ഒരു നിഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. നീ തീച്ചുളയിലേക്ക് എറിയപ്പെടുന്നത് ദൈവത്തിന്റെ ഒരു നിഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. അതിന്റെ പുറത്ത് അതിനോട് ചേർന്ന് ദൈവത്തിന്റെ പദ്ധതിയുടെ രഹസ്യത്തിന്റെ മഹത്വം ഇന്നതെന്ന് ലോകം തെളിവായി കാണും. അനേകർ അത് യേശുവിന്റെ മഹത്വത്തിനായി വായിക്കും. ഈ നിലയിൽ നിന്റെ ജീവിതത്തിന്റെ കഷ്ടകാലം പോലും ദൈവ മഹത്വത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു ദിവസമായി ദൈവം നിന്റെ മുൻപിലുള്ള ഭാവിയെ തീർക്കുമെന്ന് പരിശുദ്ധാത്മാവ് രാത്രി സഭയോട് പറയുന്നു. യെസ് ലോർഡ്. പൗലോസ് ഒരിക്കൽ കാരാഗ്രഹത്തിൽ കിടന്നു. തന്നെ കാക്കുവാൻ പട്ടാളക്കാരെ കാവലാക്കി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സമയം 4 പേരാണ് കാവൽ ചെയ്യുന്നത്. ലോങ് ഡ്യൂട്ടി കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഹെഡ്ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹെഡ്ക്വാർട്ടറിനോട് ചേർന്ന് പണിതിരിക്കുന്ന ഒരു സ്പെഷ്യൽ ജയിലിലാണ് പൗലോസ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ വന്ന് തൻ്റെ ഡ്യൂട്ടിയിലെ മിച്ചമുള്ള ഭാഗം ഇത്ര അവർ ജോലി ചെയ്തിട്ട് ഒരു പട്ടാളക്കാരന് സാലറി മേടിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് പോകാം. എല്ലാവരും കേട്ടോ ഞാൻ പറഞ്ഞത്? തൻ്റെ ആ ഒരു സീസണിൽ ബാലൻസ് കിടക്കുന്ന വെക്കേഷൻ, ലോങ് വെക്കേഷന് പോകുന്നതിന് മുൻപ് തനിക്ക് ബാലൻസ് കിടക്കുന്ന ഡ്യൂട്ടി എവിടെ ചെയ്യാം? ഹെഡ്ക്വാർട്ടറിനോട് ചേർന്ന് കിടക്കുന്ന ജയിലിൽ വന്ന് അവിടെ തടവുകാർക്ക് പാറാവ് നിന്ന് തനിക്ക് എന്ത് ചെയ്യാം? ആ ടൈം കവർ ചെയ്തിട്ട് തൻ്റെ സാലറി മേടിച്ചുകൊണ്ട് തനിക്ക് തൻ്റെ നാട്ടിലേക്ക് പോകാം. സ്തോത്രം. അങ്ങനെ റോമൻ എംപയറിൽ നിന്നും ഓരോ പട്ടാളക്കാരനും ഹെഡ്ക്വാർട്ടറിനോട് ചേർന്നുള്ള ഈ ജയിലിൽ വരും. ഒരുപക്ഷെ യുദ്ധം കഴിഞ്ഞിട്ട് വരികയായിരിക്കും. ശരീരത്തിൽ മുറിവുകളും വേദനകളും കാണും. ആ സമയം കൂടുതൽ കഠോരമായ പണിയൊന്നുമില്ല. അകത്ത് കിടക്കുന്ന തടവ് പുള്ളിക്ക് ചുമ്മാ വന്ന് കാവലിൽ നിന്നാൽ മതി, എളുപ്പമാണ്. ആമേൻ. അതുകൊണ്ട് തന്നെ അവിടെ വന്ന് അകത്ത് കിടക്കുന്ന തടവ് പുള്ളികളോട് കുശലാന്വേഷണം നടത്തുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ 2 കൈകളിൽ പൗലോസിന് ചങ്ങലയുണ്ട്. ആ ചങ്ങലയുടെ 2 ഭാഗം പുറത്തു നിൽക്കുന്ന 2 പടയാളികളുടെ വലങ്കരങ്ങളിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഒരു ആമേൻ പറയണം. അദ്ദേഹത്തിൻ്റെ കാലയിലും 2 ചങ്ങലയുണ്ട്. അത് മറ്റ് 2 പടയാളികളുടെ കയ്യിലുണ്ട്. ഒരാളുടെ ഡ്യൂട്ടി ടൈം 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ്. ഈ 6 മുതൽ 8 വരെ മണിക്കൂർ 4 പട്ടാളക്കാർ ആരെ പരിപാലിക്കും? പൗലോസ് എന്ന തടവ് പുള്ളിയെ കാവൽ ചെയ്യും. ഈ 8 മണിക്കൂർ കാവൽ ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ തങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നതിനായി തയ്യാറാകും. അങ്ങനെ ഇവർ തമ്മിൽ 4 പടയാളികൾ തമ്മിൽ അവരുടേതായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അകത്ത് കിടക്കുന്ന തടവുകാരനോട് ചോദിക്കും, നീ കട്ടോടാ, മോഷ്ടിച്ചോടാ, കൊലപാതകം ചെയ്തോടാ, എന്ത് കുറ്റം ചെയ്തിട്ടാ നീ ഇവിടെ കിടക്കുന്നത്? തൻ്റെ കൈ കിടക്കുന്ന ചങ്ങല എന്ത് കാരണത്താൽ വന്നു എന്നത് പൗലോസ് അവരോട് പറഞ്ഞേ മതിയാകൂ. ഒരു സ്തോത്രം പറയണം. അങ്ങനെ തൻ്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങല ഏത് കാരണത്താൽ വന്നു എന്ന് താൻ അവരോട് പറയേണ്ടതിന് വേണ്ടിയാണ് ഇപ്പോൾ പൗലോസ് ജയിലിൽ കയറിയിരിക്കുന്നത്. കയറിയതല്ല, സുവിശേഷം അദ്ദേഹത്തെ കയറ്റിയിരിക്കുന്നത്. ഇതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. പൗലോസ് കയറിയിരിക്കുന്നതല്ല, പൗലോസിനെ സുവിശേഷം ആ ജയിലിൽ കയറ്റിയിരിക്കുന്നതാണ്. ആമേൻ. കാരാഗ്രഹം പൊളിച്ചെറുക്കുന്ന ദൂതന്മാർ ദൈവത്തിന്റെ കസ്റ്റഡിയിൽ ധാരാളമുണ്ട്. കാരാഗ്രഹത്തിന്റെ അടിത്തറകളെ കുലുക്കുന്ന ദൈവശക്തി ഈ പൗലോസിന്റെ പ്രാർത്ഥനകളിൽ ഇന്നലകളിൽ നടന്നിട്ടുണ്ട്. കയ്യ കിടക്കുന്ന ചങ്ങലകൾ സ്വതവേ അഴിഞ്ഞു വീണിട്ടുമുണ്ട്. എന്തേ ദൈവം ഇപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നില്ല? എന്തേ ദൈവം ഇപ്പോൾ പൂട്ട് പൊളിക്കുന്നില്ല? എന്തേ ദൈവം ഇപ്പോൾ കയ്യിലെത്താൻ ആ വിലങ്ങിനെ സ്വയം അഴിഞ്ഞു വീഴാൻ അനുവദിക്കുന്നില്ല? പൗലോസ് ഇപ്പോൾ അകത്ത് കിടക്കണമെന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു പ്ലാനാണ്.
വണ്ടർഫുൾ. എന്താണ് ഈ പ്ലാനിന്റെ പുറകിലുള്ളത്? അകത്തു കിടക്കുന്ന പൗലോസ് തന്റെ മുമ്പിൽ നിൽക്കുന്ന പട്ടാളക്കാരോട് തന്റെ ചങ്ങലയുടെ കാരണം എന്താണെന്ന് പറയും. ആദ്യമേ താൻ പറയും, എന്റെ കയ്യിലെ ചങ്ങല ക്രിസ്തു നിമിത്തമാണ്. ഒന്നാമത്തെ വാക്ക്, എന്റെ ചങ്ങലകൾ ആര് നിമിത്തമാണ്? യേശു ക്രിസ്തു നിമിത്തമാണ്. അപ്പോൾ കാവൽ നിൽക്കുന്നവർ ചോദിക്കും, ആരാണ് യേശു? ആരാണ് യേശു? ആരാണ് ക്രിസ്തു? അപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ട്, എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ ഈ നാട്ടിൽ ഒരു ചക്രവർത്തിയായി, ഒരു കർത്താവായി കൈസർ ഉള്ളതുപോലെ കൈസറിന് മീതെ ഒരു വലിയ കർത്താവുണ്ട്. അവൻ കർത്താക്കന്മാരുടെ കർത്താവാണ്, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, അവൻ നേതാക്കന്മാരുടെ നേതാവാണ്, അവൻ ദേവന്മാരുടെ ദൈവമാണ്, അവൻ ന്യായാധിപന്മാരുടെ ന്യായാധിപനാണ്, അവൻ അധികാര വർഗത്തിന് മീതെ പരമാധികാരിയാണ്, അവൻ ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതനാണ്. അവന്റെ പേരാണ് ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താവി കർത്താവ്. താൻ മാത്രം അമർത്തിയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ, തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുന്നവൻ, ദൈവത്തിന്റെ പുത്രനായി ഭൂമിയിൽ അവതരിച്ച കന്യാസൂനുവായി പിറന്ന നസ്രയനായ യേശു ക്രിസ്തു. എന്റെ ചങ്ങല ഈ ക്രിസ്തു നിമിത്തമാണ്. എന്റെ ചങ്ങല ഈ ക്രിസ്തു നിമിത്തമാണ്. ഫിലിപ്പിയ ലേഖനം വായിച്ച് തുടങ്ങുമ്പോൾ അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും പ്രസിദ്ധമായിരിക്കുന്നു. എന്താണ് പറയുന്നത്? ഒന്ന് പറഞ്ഞേ, എൻ്റെ ബന്ധനങ്ങൾ. പറ, എൻ്റെ ബന്ധനങ്ങൾ, എൻ്റെ ചങ്ങലകൾ ക്രിസ്തു നിമിത്തമെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും പ്രസിദ്ധമായിരിക്കുന്നു. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞു, എന്റെ ചങ്ങലകൾ, എന്റെ ചങ്ങലകൾ ക്രിസ്തു നിമിത്തമെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും പ്രസിദ്ധമായിരിക്കുന്നു. 8 മണിക്കൂർ കഴിയുമ്പോൾ ഈ 4 പേര് പോകും, അടുത്ത 4 പേര് വരും. ഈ 4 പേരോട് 16-ാം മണിക്കൂർ എത്തുമ്പോഴേക്കിനും പൗലോസിന്റെ ജയിലറ വാസം കൊണ്ട് 8 സിവിലിയൻസ് യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തിരിക്കും. ആമേൻ. അകമ്പടി പട്ടാളത്തിലെ 8 പേരെ 16 മണിക്കൂർ കൊണ്ട് സുവിശേഷിക്കുന്ന അതിശക്തമായ ഒരു സുവിശേഷ ദൗത്യം ആ കാരാഗ്രഹത്തിന്റെ അകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ കയ്യിൽ ചങ്ങല വന്നാൽ അത് അനാദികാലം മുതലുള്ള ദൈവത്തിന്റെ ഹൃദയ പദ്ധതിയുടെ വിശദീകരണമായി ലോകമനറിയുവാൻ കാരണമായി തീരുമെന്നുള്ളതിന്റെ തെളിവിതാണ്. ഞാൻ ഈ പറയുന്നത് ഇച്ചിരി ടഫാന്ന് എനിക്ക് തന്നെ അറിയാം, ഇച്ചിരി ഗൗരവമുള്ള ദൂതാന്നറിയാം. വേദോസത്തിൽ ഇച്ചിരി പിടിയും വലിയൊക്കെ ഉള്ളവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. പക്ഷെ നീ കേൾക്കണം, നീ അനുഗ്രഹിക്കപ്പെടണം. ഒരു സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ പകല് കിട്ടിയതും ഇന്നലെ കിട്ടിയതുമൊക്കെ ഈ നല്ല ചക്കരമുട്ടായി ആണെങ്കിൽ ഇന്ന് രാത്രി കിട്ടുന്ന ചുക്ക് കാപ്പിയാണ്. നീ കുടിക്കുക, നിന്റെ ജലദോഷം മാറട്ടെ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 24 മണിക്കൂർ കഴിയുമ്പോൾ 16 പേര് യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തു കഴിയും. അങ്ങനെ താൻ അവിടെ കിടന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പൗലോസ് പറയുന്നു. എൻ്റെ ബന്ധനങ്ങളുടെ കാരണക്കാരൻ കർത്താവായ ക്രിസ്തുവിന്റെ സുവിശേഷമാണെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും പ്രസിദ്ധമായിരിക്കുന്നു. നിന്റെ സ്വാതന്ത്ര്യത്തെക്കാൾ നിന്റെ ബന്ധനത്തെ ഞാൻ മുതൽക്കൂട്ടാക്കും. നിന്റെ നല്ല കാലത്തേക്കാൾ നിന്റെ ഗതികേടിന്റെ നാളുകളെ ഞാൻ എന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാക്കി തീർക്കും. നിന്റെ അവസരങ്ങളുടെ നല്ല നാളുകളെക്കാൾ നീ ഒതുങ്ങി കൂടിപ്പോയ വല്ലാത്ത കാലങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ ഗതികേടിന്റെ നേരങ്ങൾ ഞാൻ എന്റെ പദ്ധതി പ്രകാരം അതിനെ എന്റെ വൻ കാര്യങ്ങൾക്കായി അട്ടിമറിക്കും. അതാര് നോക്കിയാലും അതിന്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർ ഞെട്ടുന്ന വിധത്തിൽ ഞാൻ എന്റെ പദ്ധതിക്കായി നിന്റെ ജീവിതത്തെ തെരഞ്ഞെടുക്കും. സമ്പന്നനായ ഞാൻ പെരുവഴിയിലെ യാചകനായ നിന്നെ തെരഞ്ഞെടുക്കുമ്പോൾ, നിന്നെ ഞാൻ ധനികനാക്കുമ്പോൾ ലോകമറിയുന്നത് നിന്റെ ഭാഗ്യമല്ല, നിന്നോട് കാണിച്ച് എൻ്റെ കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കടിച്ച ലോട്ടറി അല്ല അവർ സംസാരിക്കാൻ പോകുന്നത്. ആ ലോട്ടറിക്ക് നിന്നെ യോഗ്യനാക്കാൻ തക്കവിധം നിന്നെ പരിഗണിച്ച എന്റെ മനസ്സിന്റെ വിശാലത ഒരു ചർച്ചാ വിഷയമാകും. അങ്ങനെ അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശക്കാർക്കും ദൂതന്മാർക്കും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഞാൻ നിന്നെ മുൻനിർത്തി പ്രസിദ്ധമാക്കും.
പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നൊരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. അത് ജാതികൾ ക്രിസ്തുവിൻ്റെ അപ്രമേയമായ ധനത്തിന് അവകാശികൾ ആയിത്തീരും എന്നുള്ളത് തന്നെ. കം ഓൺ ചർച്ച്, ചേർന്ന് യേശുവേ നന്ദി എന്ന് പറഞ്ഞേ, യേശുവേ നന്ദി എന്ന് പറഞ്ഞേ. അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ ഇപ്പോൾ വെളിപ്പെടുന്നത് പോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്കത് അറിവായി വന്നിരുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനായി വിളിക്കപ്പെട്ടപ്പോൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ഏറ്റവും വലിയ വെളിപ്പാടുകളിൽ ഒന്നാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നത്. ആമേൻ. ഇതെനിക്ക് ബോധ്യപ്പെടുത്തി തന്ന എൻ്റെ ഗുരുനാഥൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. എൻ്റെ ജീവിതം മാറിയത് ആത്മാവ് എനിക്കിത് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് ഇന്ന് രാത്രി ഇത് നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നത്. എൻ്റെ തിയോളജിക്കൽ വേദവിദ്യാഭ്യാസ കാലത്ത് ഞാൻ ആർജിച്ചതല്ലിത്. എൻ്റെ പ്രാർത്ഥനാ മുറികളിൽ ഒരു പേപ്പട്ടിയെ പോലെ ഞാൻ അലഞ്ഞു കരഞ്ഞ് ദൈവത്തോട് വചനം ചോദിച്ചൊരു കാലമുണ്ട്. അന്ന് എന്നെ എറിയുമെന്ന് എനിക്ക് ബോധവൽക്കരണം നടത്തി എൻ്റെ ജീവിതത്തെ തൊട്ട ഒരു പരിശുദ്ധാത്മാവുണ്ട്. അവിടുന്ന് പറഞ്ഞു നൽകിയ ആലോചനകളാണ് ഇത്. ശ്രദ്ധയോടെ കേൾക്കുക. അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനായി ഈ കൃപ എനിക്ക് നൽകി. പൗലോസ് പറയുന്നു, ദൈവം എനിക്കൊരു കൃപാവരം നൽകി. അത് രോഗശാന്തി വരമായി താൻ അവകാശപ്പെടുന്നില്ല, അത് വീര്യപ്രവൃത്തികളുടെ വരമായി താൻ അവകാശപ്പെടുന്നില്ല, അത് സകല രഹസ്യങ്ങളും പറയുന്ന വെളിപ്പാടായി താൻ പറയുന്നില്ല, സകലതിൻ്റെയും വ്യക്തമായ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുന്ന വിവേചനമായിട്ടോ ജ്ഞാനപരിജ്ഞാന വരങ്ങളായിട്ടോ താൻ പറയുന്നില്ല, മലയെ നീക്കുന്ന വിശ്വാസമായി താൻ പറയുന്നില്ല. തനിക്ക് കിട്ടിയ ആ വരങ്ങളെക്കാളെല്ലാം ശക്തമായ വരമായി പൗലോസ് എടുത്തു പറയുന്നു, ക്രിസ്തുവിലൂടെ എനിക്ക് എന്ത് കിട്ടിയെന്നുള്ള വെളിപ്പാടാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപാവരം. അതെന്റെ മുമ്പിൽ വരുന്ന ഓരോ ജാതികളോടും വിവരിപ്പാനായി ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. എന്നിൽ കിട്ടിയ ഏറ്റവും വലിയ കൃപ. എല്ലാവർക്കും ദൈവത്തിൻ്റെ ഈ വ്യവസ്ഥ എന്നതെന്ന് പ്രകാശിപ്പിക്കാനായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഈ കൃപ നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ നീ സുവിശേഷം മറ്റൊരുത്തന് കൊടുത്തിരിക്കും, 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 കൊടുത്തിരിക്കും. അടങ്ങിയിരിപ്പാൻ നീ നോക്കിയാലും നടക്കത്തില്ല. ചങ്ങലയ്ക്ക് നിന്നെ അകത്ത് കെട്ടിയിട്ടാലും അവിടെ ഈ സുവിശേഷം നിന്നെ കൊണ്ട് ദൗത്യം ഏറ്റവും ശക്തമായി ചെയ്തുകൊണ്ടേയിരിക്കും. നിന്റെ ഗതികേടിലും സുവിശേഷം അതിന്റെ ദൗത്യത്തിന് നിന്നെ തന്നെ കയ്യിലെ ചാറ്റുളിയാക്കി മാറ്റുന്നത്, വജ്രായുധമാക്കി തീർക്കുന്നത് നീ നിന്റെ ലൈഫിന്റെ ഓരോ ഇൻസിഡന്റുകളിലൂടെയും അറിയും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഈ കൃപ നിങ്ങളുടെ മേൽ ശക്തിയോടെ വ്യാപരിക്കട്ടെ. എനിക്ക് യേശുവെന്നൊരാളെ പരിചയപ്പെടുത്താൻ അറിയാമായിരിക്കും. ഒന്നുകൂടെ, എനിക്ക്, എല്ലാവരും പറഞ്ഞേ, എനിക്ക് യേശുവെന്നൊരാളെ പരിചയപ്പെടുത്താൻ പറ്റത്തില്ലേ? ഉത്തരം പറഞ്ഞാട്ടെ, പറ്റത്തില്ലേ? ആളെന്തെല്ലാം തരും? സൗഖ്യം തരും, അനുഗ്രഹങ്ങൾ തരും, വിടുതലുകൾ തരും, പുരോഗതികൾ തരും, എല്ലാം തരും. പക്ഷെ ആ ആളിലൂടെ വെളിപ്പെട്ടു വന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്തെന്ന് വെളിപ്പെടുത്താൻ, ആ ആളിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് എന്നത്, നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ കടന്നുവരവോടുകൂടിയുള്ള ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരമുള്ള വലിയ പദ്ധതി എന്താണെന്ന് കാണിക്കാൻ ഒരു പ്രത്യേക കൃപ ഈ രാത്രിയിൽ അതാണ് പകരപ്പെടുന്നത്. ഒരു പ്രത്യേക കൃപ അതാണ് ഇന്ന് രാത്രിയിൽ പകരപ്പെടുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും, ആർക്കാ? സ്വർഗത്തിൽ വാഴ്ചകൾക്കും. ഭൂമിയിലെ വാഴുന്നവന്മാരുടെ കാര്യമല്ലേ പറയുന്നത്, സ്വർഗത്തിൽ വാഴുന്ന പുള്ളികളുടെ കാര്യമാണ് പറയുന്നത്. സ്വർഗത്തിൽ, എല്ലാവരും പറഞ്ഞ സ്വർഗത്തിൽ വാഴ്ചകൾക്കും, സ്വർഗത്തിൽ അധികാരങ്ങൾക്കും. ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ഓഹോ, സ്വർഗത്തിലെ മാലാഖ പറയുകയാണ് ദൈവത്തിൻ്റെ മനസ്സിനകത്തെ ജ്ഞാനം എന്തായിരുന്നു എന്നത്. പൊന്നു സഹോദര ക്രിസ്റ്റി, നിന്നെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. നിനക്ക് വല്ലതും മനസ്സിലായോ കുഞ്ഞേ? ഇല്ലല്ലേ? പറഞ്ഞു തരാം. ദൈവത്തിൻ്റെ ഉന്നതമായ ജ്ഞാനം ദൈവം ഡയറക്റ്റ്ലി അവരോട് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കാനുള്ള ബന്ധമോ ധൈര്യമോ ഒരു മാലാഖയ്ക്കും ആ തിരുസന്നിധിയിൽ ഇല്ല. കാരണം കാലുറപ്പിച്ചു പോലും നിൽക്കാൻ ഭയപ്പെട്ടുകൊണ്ട് തന്നെത്താൻ മറച്ച് മുഖവും മറച്ച് പറന്ന് നിന്നുകൊണ്ട് കാലുപോലും കുത്താതെയാണ് അവർ അവനെ സ്തുതിക്കുന്നത്. അത്രത്തോളം പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യ പദ്ധതി, ആ തമ്പുരാന്റെ തലച്ചോറിനകത്തിരിക്കുന്ന നിഗൂഢമായിരിക്കുന്ന മർമ്മ പദ്ധതികൾ എന്താണെന്ന് ദൈവത്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ചങ്കുറപ്പൊന്നും ഒരു മാലാഖയ്ക്കുമില്ല. അങ്ങനെ ഇരിക്കെ തന്റെ മാലാഖ വൃന്ദങ്ങളിലെ പരമാധികാരികളായ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ള പദ്ധതി എന്താണെന്ന് തെളിയിച്ചു കാണിക്കേണ്ടതിന് ദൈവം ആവിഷ്കരിച്ച പദ്ധതിയാണ് നിന്റെ ജീവിതം. ദൂതന്മാർക്ക് ദൈവം തന്റെ രഹസ്യം പറയാൻ ദൈവം തെരഞ്ഞെടുത്ത പാഠപുസ്തകമാണ് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ലൈഫ് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. എന്നെ കാണുന്ന, എന്നെ നോക്കുന്ന, എനിക്ക് ഗാർഡായി സേവനം ചെയ്യുന്ന, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്ന, എൻ്റെ ആവശ്യങ്ങൾക്ക് സഹായിക്കാൻ വരുന്ന ഓരോ മാലാഖയ്ക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്, അവർക്കൊരു താല്പര്യമുണ്ട്. എന്താണെന്നോ, ദൈവത്തിന്റെ പദ്ധതിയുടെ ആഴം കുറച്ചുകൂടെ ഈ മനുഷ്യന്റെ കൂടെ നിന്നൊന്ന് പിടിക്കണം. ദൈവത്തിന്റെ ഹൃദയ രഹസ്യത്തിന്റെ ആഴങ്ങൾ എന്തെന്നുള്ളത് ഈ മനുഷ്യനെ നോക്കി ഒന്ന് പഠിക്കണം. ഇന്ന് രാത്രിയിൽ ഇവിടെ പാട്ടുപാടി, ഇവിടെ ആരാധന നടന്നു. ഇവിടെ പാടിയ പാട്ടൊക്കെ സ്വർഗത്തിലോട്ട് നോക്കിയാ പാടിയേ. ആണല്ലോ അങ്ങോട്ട് നോക്കിയാ പാടിയത്, അങ്ങോട്ട് നോക്കിയാ സ്തുതിച്ചത്. പക്ഷെ സ്വർഗത്തിലെ സ്തുതി അങ്ങോട്ടേക്ക് മാത്രം നോക്കിയല്ല, ഇങ്ങോട്ടേക്ക് നോക്കിയാ. നിങ്ങൾ നിൽക്കുന്ന ഈ രക്ഷയിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന പദവിയിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. കാരണം ഇതവർക്ക് അത്ഭുതമാണ്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഒന്നാമത്തെ പാട്ടിന്റെ ആദ്യ വരി, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. അടുത്തത് നിന്റെ രക്തം, അറുക്കപ്പെട്ടപ്പോൾ ഒഴുകിയ നിന്റെ രക്തം, ആ രക്തം കൊണ്ട് നീ ഇവരെ വിലയ്ക്ക് വാങ്ങി. അങ്ങോട്ടേക്ക് നോക്കിയവർ നേരെ ഇങ്ങോട്ടേക്ക് നോക്കുന്നു. ഉന്നതത്തിലേക്ക് നോക്കിയ ദൂതന്മാർ മന്നിടത്തിലേക്ക് നോക്കുന്നു. ഇവരെ വിലയ്ക്ക് വാങ്ങി നിന്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. അവർ ഭൂമിയിൽ വാഴുന്നു. ഈ രാത്രിയിൽ സ്വർഗത്തിൽ ഇപ്പോൾ നടക്കുന്ന ആരാധനയിലെ ഗാനം അത് നിങ്ങളുടെ മുഖത്ത് നോക്കിയാണ് ദൂതന്മാർ പാടുന്നതെന്ന് ദൈവവചന പ്രകാരം ഞാൻ സാക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം കൃപ ലഭിച്ച, ദൈവത്തിന്റെ വിളി ലഭിച്ച നിന്റെ ജീവിതം ദൂതന്മാർക്ക് നിസാരമല്ല, സ്വർഗത്തിനത് നിസാരമല്ല. അതെന്താണ് റിവീൽ ചെയ്യുന്നത്? ദൈവത്തിന്റെ ഉന്നതമായ ജ്ഞാനം, ദൈവത്തിലെ ഉന്നതമായ പദ്ധതി, ദൈവത്തിലെ അനാദി നിർണയം, അത് സഭ മുഖാന്തരം തെളിവായി വരുന്നു. ഞാൻ ആരാണെന്ന് തെളിയിക്കാൻ, എൻ്റെ പദ്ധതി എന്തെന്ന് തെളിയിക്കാൻ ദൈവം ഒന്നാമത് തൻ്റെ പുത്രനെ അയച്ചു. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, താൻ ആരാണെന്ന് തെളിയിക്കാൻ, തന്റെ പദ്ധതി എന്തെന്ന് വ്യക്തമാക്കാൻ ദൈവം ഒന്നാമതായി തന്റെ പുത്രനെ അയച്ചു. രണ്ടാമതായി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഒന്ന് തന്റെ പുത്രനെ അയച്ചു. രണ്ട് എന്നെ തിരഞ്ഞെടുത്തു. ഇത് രണ്ടും പ്രധാനമാണ്. യേശു വന്നതും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതും ഒരുപോലെ പ്രധാനമാണ്. കാരണം ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇത് രണ്ടും ദൈവത്തിന്റെ കരുത്തിലെ ജ്ഞാനത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. ഒന്നാം മുഖം ക്രിസ്തു, രണ്ടാം മുഖം സഭ. ഒന്നാം മുഖം ഞാൻ, രണ്ടാം മുഖം യേശു. ഈ നിലയിൽ ദൈവം തന്നെ ജ്ഞാനത്തെ, തന്റെ ഹൃദയത്തിന്റെ രഹസ്യത്തെ ലോകത്തിന്റെ മുമ്പിൽ, ദൂതന്മാരുടെ മുമ്പിൽ അനാവൃതമാക്കി.
ഒരു സ്തോത്രം പറയണേ. 11-ാമത്തെ വാക്യം, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തിരം അറിവായി വരുന്നു. നീ ഏത് കാലത്ത്, ഏത് വീട്ടിൽ, ഏത് അപ്പൻ്റെ അമ്മയുടെയും കുഞ്ഞായി ആണോ പെണ്ണോ ആയി പിറക്കണം, ആ സമയത്ത് നിൻ്റെ ശരീരത്തിന് എത്ര കിലോ തൂക്കം വേണം, ഏത് നാഴികയിൽ ഏത് വിനാഴികയിൽ നിൻ്റെ അമ്മയ്ക്ക് പേറ്റുന്നവുണ്ടാകണം, ഏത് മുഹൂർത്തത്തിൽ നീ ജനിച്ചു വിടണം, നേരത്തെ എഴുതപ്പെട്ടിട്ടുണ്ട്. നേരത്തെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടോ? വായിച്ചേ 139-ാം സങ്കീർത്തനം. അതിൻ്റെ 7 തൊട്ടുള്ള വചനം, 6 മുതലുള്ള വചനം. 139-6. വേഗം വായിര്. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഈ പരിജ്ഞാനം എനിക്ക്, എല്ലാവരും പറഞ്ഞേ, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. യേശു വരുന്നതിന് മുൻപുള്ള കാലത്ത് ദാവീദ് പാടി, ഈ പരിജ്ഞാനം മനസ്സിലാക്കാൻ നോക്കിയാൽ പിടികിട്ടുകയല്ലെന്ന്. ഇന്നത് പറയേണ്ട കാര്യമില്ല. ക്രിസ്തു വന്നു, ദൈവഹൃദയം വെളിപ്പെടുത്തി. യെസ്, ആമേൻ. ദൈവത്തിൻ്റെ ജ്ഞാനം റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിജ്ഞാനം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ കരങ്ങളെ വീശി കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? 13-ാമത്തെ വചനം. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഓല തമ്മിൽ മെടയുന്നത് കണ്ടിട്ടുണ്ടോ? പാമെടയുന്ന കണ്ടിട്ടുണ്ടോ? കൊട്ടമെടയുന്ന കണ്ടിട്ടുണ്ടോ? അമ്മയുടെ ഉദരത്തിൽ അദൃശ്യമായ ഒരു കൈകൾ അതിനെ മെടഞ്ഞെടുത്തത്. നശിച്ചു പോകാമായിരുന്നു ഇടത്ത് നിന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കെ തന്നെ നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പ് നടന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കെ തന്നെ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചു. ഈ തെരഞ്ഞെടുപ്പ്, ഈ വിളി നിന്റെ അമ്മയുടെ ഉദരത്തിൽ എൻ്റെ കൈ നിന്നെ തൊട്ട കാലത്ത് നിന്റെ മേൽ വെളിപ്പെട്ടതാണ്. അത് ഇപ്പോഴൊന്നും ആയിത്തീർന്നതല്ല. വാക്യം വായിക്ക. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ ജനിച്ചതോർത്ത് സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? മുടന്തില്ലാത്ത കാല് കൊണ്ട് നീ നടക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒരു കൈ ഇല്ലാത്തവനായി നീ പിറന്നില്ലല്ലോ, അതോർത്ത് നീ സ്തോത്രം ചെയ്തിട്ടുണ്ടോ? അന്ധമായ കണ്ണുകൾ കൊണ്ട് നീ തപ്പിത്തെളിഞ്ഞ് നടക്കേണ്ട ഗതികേടിൽ ജനിച്ചില്ലല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്തിട്ടുണ്ടോ? വിളിച്ചാൽ കേൾക്കത്തക്ക നിലയിൽ തുറക്കപ്പെട്ട കാതുകൾ തന്നതിന് സ്തോത്രം ചെയ്തിട്ടുണ്ടോ? ഉള്ളിലുള്ളത് തുറന്ന് പറയത്തക്ക വിധം നിന്റെ നാവിന് സംസാര ശേഷി തന്നതിന് സ്തോത്രം ചെയ്തിട്ടുണ്ടോ? മെടഞ്ഞതാ. അടുത്തിരിക്കുന്നവർ മെടഞ്ഞെടുത്തതാ. മെടഞ്ഞെടുത്തതാ. വാക്കാൽ ഉളവാക്കിയതല്ല. ഒന്നൂടെ, വാക്കാൽ ഉളവാക്കിയതല്ല. ഉണ്ടാകട്ടെ എന്നൊരൊറ്റ ഉച്ചാരണം നൽകിയിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നല്ലോ. പക്ഷേ ഉച്ചരിച്ചുളവാക്കിയപ്പെട്ടതല്ല ഞാൻ, തൃക്കരങ്ങളാൽ മെടഞ്ഞെടുക്കപ്പെട്ടതാ. അവന്റെ ക്രിയേഷനാണ്, മാസ്റ്റർ പീസ് ക്രിയേറ്റിവിറ്റിയാണ് എൻ്റെ മേലുള്ളത്. ഞാൻ അങ്ങനെ മെടഞ്ഞെടുക്കപ്പെട്ടവനാണ്. ചേർന്ന കരങ്ങളെ വീശിയൊരു സ്തോത്രം പറ. ബാക്കി വായിക്കേ. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരം. അടുത്തത്, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോഴും എന്റെ അസ്ഥികൂടം പോലും നിനക്ക് മറവായിരുന്നില്ല. സ്തോത്രം. എന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാലത്ത്, എൻ്റെ വാർദ്ധക്യകാലത്ത് ഈ അസ്ഥികൂടത്തെ നീ നോക്കി കണ്ടു. എൻ്റെ മരണ ദിവസം എന്നാണെന്നുള്ളത് നീ നോക്കി. എൻ്റെ അസ്ഥിയിൽ നിന്നും എൻ്റെ ശരീരത്തിൽ നിന്നും മാംസം ക്ഷയിച്ചടർന്നു പോകുന്ന ആ ദിനം എന്നുള്ളത് നിനക്കറിയാം. എൻ്റെ മുൻപും പിൻപും അറിയുന്നവൻ, നീ അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതകരമാകുന്നു. ജീസസ്, താങ്ക് യു ജീസസ്. 16-ാമത്തെ വചനം. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിന്റെ കണ്ണ് എന്നെ കണ്ടു.
നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവത്തിന്റെ പുസ്തകത്തിൽ നീ എഴുതപ്പെട്ട പുള്ളിയാ. ജീസസ്. ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ട്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പുസ്തകത്തിൽ സകലതും നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ജീസസ്. ഏത് കാലത്ത് ജനിക്കണം, ഏത് ദിവസം ആദ്യത്തെ ആഹാരം കഴിക്കണം, എപ്പോൾ കവന്ന് വീഴണം, എന്ന് പിച്ച നടക്കണം, എന്ന് ആദ്യ അക്ഷരം പഠിക്കണം, ആദ്യമായിട്ട് എന്ന് നീ എന്നെക്കുറിച്ച് കേൾക്കണം, നീ ആദ്യമായിട്ട് എന്ന് എന്നെക്കുറിച്ച് എന്നോട് പ്രാർത്ഥിക്കണം, നീ എന്ന് എന്നെ രക്ഷകനായി സ്വീകരിക്കണം. ഇത് ഞാൻ എഴുതിയതാ. ഇത് ഞാൻ എഴുതിയതാ. തീർന്നോ? തീർന്നില്ല. നീ ആരെ വിവാഹം കഴിക്കണം, നീ എവിടെ വരെ പോകണം, ഇതെല്ലാം എഴുതി. സകലതും നിർണയിക്കപ്പെട്ടിരിക്കുന്നതാ. നിന്റെ കയ്യിലെ ചങ്ങലയും നീ കിടക്കുന്ന കാരാഗ്രഹത്തിന് അടിസ്ഥാനം ഇളക്കുന്നതും എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ആമേൻ. നിന്റെ തലയ്ക്ക് മീതെ തിരമാല പൊങ്ങി ഉയരുന്നതും ഉയരുന്ന തിരമാലയുടെ വീതെ കല്ലിൽ എന്ന പോലെ നീ കാലൂന്നി നിൽക്കുന്നതും എൻ്റെ പുസ്തകത്തിൽ നിന്നെക്കുറിച്ച് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ ഒരു ദൈവാലോചന ഞാൻ നിന്നോട് പറയാം. നിന്നെക്കുറിച്ചുള്ള ചെറുതും വലുതുമായ സകല കാര്യങ്ങളും മുന്നമേ എഴുതപ്പെട്ടിരിക്കുന്നു. പൂർവകാലങ്ങൾക്ക് പുറകെ നീ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലകൾക്കും തന്നെ നീ രചിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം എഴുതിയിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് നിന്റെ ലൈഫ്. ദൈവം എഴുതിയിരിക്കുന്ന ശക്തമായൊരു തിരക്കഥയാണ് നിന്റെ ഇപ്പോഴത്തെ ജീവിതം. ഇതിന്റെ ക്ലൈമാക്സ് നീ ചിന്തിക്കുന്നത് പോലെയല്ല. ഈ കഷ്ടതയ്ക്ക് അപ്പുറത്ത് ഒരു അടിപൊളി സീൻ കയറി വരുന്നുണ്ട്. നീ ചിന്തിക്കാത്ത ഒരു മനോഹരമായ കാഴ്ച നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം, അതായത് ദൈവത്തിൻ്റെ അനാദി നിർണയം എന്ന വാക്ക് ഒന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ അനാദി നിർണയം. പറഞ്ഞേ, അനാദി നിർണയം. ആദിയില്ലാത്ത സമയത്ത്, ഒന്നിനും ആദ്യം ആരംഭം കുറിക്കാത്ത സമയത്ത്, ഭൂമിക്ക് അടിസ്ഥാനമിടുന്ന കാലത്തിന് പുറകിൽ, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പുറകിൽ, നക്ഷത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പുറകിൽ, കടലിനെക്കുറിച്ചും കാക്കയെക്കുറിച്ചും ദൈവം ചിന്തിക്കുന്നതിന് പുറകിൽ ദൈവം ചിന്തിച്ച ദൈവത്തിൻ്റെ ചിന്തയാണ് സഭ. ദൈവത്തിൻ്റെ സഭ, തൻ്റെ തേജസ് പകരപ്പെടുന്ന സഭ, തൻ്റെ പുത്രൻ്റെ തേജസ്സിൽ പങ്കാളിയാകുന്ന സഭ. ആ സഭയ്ക്ക് വേണ്ടിയാണ് സകലതും ദൈവം ചെയ്തത്. ജീവനും മരണവും ദൂതന്മാരും വാഴ്ചകളും സകലതും നിങ്ങൾ മുഖാന്തരം സഭയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. താഴോട്ട് വായിച്ചേ. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. മതി. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. മതി. യേശുവിൽ ആശ്രയിച്ചിട്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. എന്തോന്ന് ധൈര്യം, എന്തോന്ന് പ്രവേശനം? എങ്ങോട്ട് കയറിക്കൂടുമെന്നായി പറയുന്നേ? എങ്ങോട്ടേക്ക് ചാടിക്കയറുമെന്നായി പറയുന്നേ? ഇങ്ങോട്ട് നോക്കി ഞാൻ പറയാം. ഈ രാത്രി നീ കേൾക്കേണ്ടതിൻ്റെ കാതിന് ദൈവം കേൾവി ശക്തി തന്നതുകൊണ്ട് നീ കേൾക്കേണ്ട ഏറ്റവും ശക്തമായ ദൈവാലോചന, അവങ്കലുള്ള വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്നുള്ളതല്ല സുവിശേഷം. കേൾക്കുന്നുണ്ടോ പറയുന്നത്? യേശുവിനെ വിശ്വസിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്നുള്ളതല്ല സുവിശേഷം. അത് സുവിശേഷത്തിൻ്റെ ഒരു ബേസ് മാത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ യേശു ക്രിസ്തുവിലൂടെ ധനികനായ സ്വർഗീയ പിതാവിൻ്റെ സകല സമ്പത്തിൻ്റെ അകത്തെയും അവകാശിയായിട്ട് കയറി ചെല്ലാമെന്നതാണ് ഏറ്റവും ഉന്നതമായിരിക്കുന്ന സുവിശേഷത്തിൻ്റെ ബോധ്യം. അതായത് ജാതികൾക്ക് കേവല വിശ്വാസത്താൽ ഒരു പ്രവൃത്തിയും കൂടാതെ, ഒരു പ്രവൃത്തിയും കൂടാതെ, ഒരു കർമ്മമാർഗങ്ങളും കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളിലും പങ്കുകാരായി തീരാൻ പറ്റും. ഇതാണ് സുവിശേഷം നിങ്ങളോട് സമർപ്പിക്കുന്ന ഏറ്റവും വലിയ ദൈവത്തിന്റെ ഹൃദയ രഹസ്യം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ പേര് വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 7 അനുഗ്രഹങ്ങൾ.
7 അനുഗ്രഹങ്ങൾ ആർക്ക് കിട്ടി? അബ്രഹാമിന് കിട്ടി. ചോദ്യം, ഏത് ഉപവാസ പ്രാർത്ഥനയെ പങ്കുചേർന്നിട്ടാ കിട്ടിയേ? പറഞ്ഞേ, ഏത് കാത്തിരിപ്പ് യോഗത്തിൽ പോയിട്ടാ കിട്ടിയേ? ഏത് അന്യഭാഷ പറഞ്ഞിട്ടാ കിട്ടിയേ? വേദപുസ്തകത്തിൽ ഏത് വാക്യം വായിച്ചിട്ടാ പുള്ളിക്ക് ഇത് കിട്ടിയേ? നിങ്ങൾ പറയാൻ മിണ്ടുകയല്ലോ. ഏത് പാസ്റ്ററുടെ വായിന്ന് കേട്ടിട്ടാ ഇത് കിട്ടിയേ? ഏത് സഭയെ പോയിട്ടാ പുള്ളിക്ക് ഇത് കിട്ടിയേ? മിണ്ടുകയല്ലോ. ഏത് മീറ്റിംഗ് സ്പോൺസർ ചെയ്തിട്ടാണ് പുള്ളിക്ക് ഇത് കിട്ടിയേ? പ്ലീസ് റെസ്പോണ്ട് മീ. ഒന്നുമില്ല പറയാൻ. ഒന്നും ചെയ്തിട്ടല്ലടാവേ, ഒരു പരിപാടിയും ചെയ്തിട്ടല്ല, ഈ പറയപ്പെടുന്ന ഒന്നും കാട്ടിക്കൂട്ടിയിട്ടല്ല. പിന്നെ എങ്ങനെയാ കിട്ടിയേ? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഫെയ്ത്ത്, വിശ്വാസത്താൽ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയെക്കാളും വലുത് വിശ്വാസമാണ്. നിന്റെ ഏത് പ്രവൃത്തിയേക്കാളും വലുത് വിശ്വാസമാണ്. നിന്റെ ഏത് തീരുമാനത്തെക്കാളും വലുത് വിശ്വാസമാണ്. അത് നീ മുറുകെ പിടിച്ചോണം. വിശ്വസിച്ചപ്പോൾ ദൈവം അതിനെ നീതിയായി കണ്ടു. ഒന്നുകൂടെ, വിശ്വസിച്ചപ്പോൾ ദൈവം അതിനെ നീതിയായി കണക്കിട്ടു. എന്താ അതിൻ്റെ അർത്ഥം? പറഞ്ഞാട്ടെ. എന്ത് വിശ്വസിച്ചപ്പോഴാണ് നീതിയായി കണക്കിട്ടപ്പെട്ടത്? എന്നതാ നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? ഒരു വിദ്യാലയം അധ്യാപിക 10 ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തു വിടുന്നു പിള്ളേർക്ക്. നാളെ ഇതിന് ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് പറയുന്നു. 10ൽ 10ഉം പഠിച്ചിട്ട് ചെല്ലുന്നവൻ പിറ്റേ ദിവസം പരീക്ഷ എഴുതി പാസ്സായാൽ അവൻ്റെ പരിശ്രമത്തിന് കിട്ടുന്ന വെരി ഗുഡ്, അല്ലെങ്കിൽ 10ൽ 10 എന്ന് പറയുന്ന മാർക്ക് അവൻ്റെ പരിശ്രമത്തിന് നൽകപ്പെടുന്ന അംഗീകാരം ആണോ? പറഞ്ഞാട്ടെ. അതെ. എന്നാൽ ആ ക്ലാസ്സിലെ ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഉഴപ്പൻ, ഒന്നും പഠിക്കാത്ത ഒരു തല്ലിപ്പൊളി, ഒരു ബാക്ക് ബെഞ്ചർ, അവനും ആ ക്ലാസ്സിലുണ്ടെന്ന് കരുതുക. ഈ പയ്യൻ ഒന്നും പഠിക്കാതെ ആ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? അധ്യാപിക ചോദിക്കുമ്പോഴോ ഒന്നും അറിയത്തില്ല. ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചാലും പരീക്ഷ എഴുതിയാലും ഇവനൊന്നും അറിയത്തില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ പറയപ്പെടുന്ന മിടുക്കനായ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ ഇവനെ ഇരുത്തിയാൽ ഇവനൊന്നും ആകത്തില്ല. പക്ഷേ ഒരു ദിവസം ഇവൻ ഈ ടീച്ചറിനെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അധ്യാപികയോട് പറയുന്നു, ഞാൻ പഠിച്ചാലും പഠിച്ചില്ലേലും ടീച്ചറെ എനിക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ടീച്ചർ എന്നെ നന്നായിട്ടൊന്ന് പരിഗണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവരെ പോലെയൊന്നും എനിക്ക് പഠിച്ചു കയറാനൊന്നും പറ്റത്തില്ല ടീച്ചറെ. സ്വന്തം അവസ്ഥ മനസ്സിലാക്കുകയും തൻ്റെ അധ്യാപിക ആരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് ആഴമായി ഉള്ള കാര്യം ഉള്ളതുപോലെ സമ്മതിച്ച് അധ്യാപികയുടെ മുൻപിൽ ആ വിദ്യാർത്ഥി നേടിയെടുക്കുന്ന ഒരു മാനസിക പൊരുത്തം, ആ മാനസിക പൊരുത്തത്തിൻ്റെ പേരിൽ 10 കഷ്ടപ്പെട്ട് പഠിച്ചവനോടില്ലാത്ത പ്രത്യേകമായൊരു മമത ഈ ഉഴപ്പനോടൊരു അധ്യാപകനോ അധ്യാപികയ്ക്കോ തോന്നുമ്പോൾ അവൻ ആ വ്യക്തിയിൽ അർപ്പിച്ച വിശ്വാസം അവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതലായി അവൻ്റെ ജീവിതത്തിൽ അവന് പുരോഗതി പ്രാപിക്കാൻ ഒരു ഇടപെടലായി തീരുന്നത് പോലെ ദൈവത്തിൽ അബ്രഹാം അർപ്പിച്ച വിശ്വാസം കൽപ്പന അനുസരിച്ച് ആദരിക്കപ്പെടുന്നവനേക്കാൾ വിശ്വസിച്ച് ജേതാവാകുന്നവന്റെ കൂട്ടത്തിൽ ദൈവത്തിന്റെ നീതിയെ പിടിച്ചുപറ്റുവാൻ ആ മനുഷ്യന് കാരണമായി തീർന്നു. അതുപോലെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും സൗജന്യമായി ഔദാര്യമായി ദൈവം നൽകി കൊടുക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ കാതൽ. ആമേൻ, ആമേൻ. ആറാമത്തെ വചനം വായിക്കാമോ? 3:6 നിർത്തി വായിക്കണേ. അതോ ജാതികൾ സുവിശേഷത്താൽ കേട്ടേ ദൈവദാസ, നമുക്കും മനസ്സിലാകണം, കേൾക്കുന്നവർക്കും മനസ്സിലാകണം. ആ നിലയിൽ അങ്ങൊരു അധ്യാപകനായതുകൊണ്ട് ആ നിലയിൽ ഞങ്ങളെ ഒന്ന് വായിച്ച് പഠിപ്പിച്ചേ. അതോ ഇരുത്തി വായിച്ചതാ. അതോ ജാതികൾ, സ്പീഡ് കൂട്ടാതെ, ജാതികൾ. ആരാ ഈ ജാതികൾ? അടുത്തിരിക്കുന്നവർ നമ്മളെക്കുറിച്ച് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞേരെ. നമ്മളെല്ലാവരും സുവിശേഷത്താൽ, കാരണം ഇത് പുണ്യാളന്മാരുടെ മാത്രം സാധനമായിരുന്നു അല്ലേ?
മകനെ യാഗം കഴിക്കാൻ തയ്യാറായ അബ്രഹാമിൻ്റെയും ഗോലിയാത്തിൻ്റെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയ ദാവീദിൻ്റെയും അല്ലേ, പ്രാർത്ഥിച്ച് തീയിറക്കി ഏലിയാവിൻ്റെയും ഒക്കെ ഇടപാടിപ്പെട്ട കാര്യമായിരുന്നു. നമുക്കിതൊന്നുമായിട്ട് ഒരു പുലബന്ധവും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഇതിനകത്തോട്ട് കയറി കൂടാൻ പോവുക. എങ്ങനാ? അതോ ജാതികൾ നമ്മൾ സുവിശേഷത്താൽ. എന്നതാ സുവിശേഷം? യേശു ക്രിസ്തുവിൻ്റെ ജനനം, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, യേശു ക്രിസ്തുവിൻ്റെ മരണം, പുനരുദ്ധാനം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോൾ സുവിശേഷത്തിനകത്ത് എന്തെല്ലാമുണ്ട്? ദാവീദിൻ്റെ പരമ്പരയാൽ ജനിക്കപ്പെട്ട യേശു, അവൻ്റെ ജനനമുണ്ട്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു. അടുത്തത് ആ യേശു ക്രിസ്തുവിൻ്റെ മരണമുണ്ട്. അടുത്തത് അവൻ്റെ പുനരുദ്ധാനമുണ്ട്. ഈ 3 കാര്യങ്ങൾ ചേർന്നാലേ അത് സുവിശേഷമാകുള്ളൂ. കേൾക്കുന്നുണ്ടോ? ഇല്ലേ, അത് വിശേഷമേ ആകുള്ളൂ. മറിയയ്ക്കുണ്ടായ വിശേഷം സുവിശേഷമായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിൻ പുറത്ത് എല്ലാ പിള്ളേരും ഉണ്ടാകുമ്പോൾ ഭാര്യയോട് ചോദിക്കും ഭർത്താവ്, വിശേഷം നിനക്കായി അല്ലേ? അതെ, കുഞ്ഞുവാവ അകത്തായി. അപ്പനും അമ്മയും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചോദിക്കും, വിശേഷമുണ്ടോ? വിശേഷമുണ്ട്. പക്ഷെ ആ വിശേഷം സുവിശേഷമാകണമെങ്കിൽ ഉണ്ടായ കൊച്ചു മരണത്തെ ജയിച്ച് എഴുന്നേക്കണം. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ആ തലമുറയുടെ മുമ്പിൽ സാത്താൻ തല താഴ്ത്തണം. ആ തലമുറയുടെ മുമ്പിൽ പ്രപഞ്ചം കീഴടങ്ങണം. അവൻ പറയുമ്പോൾ തിരമാല അടങ്ങണം. അവൻ പറയുമ്പോൾ കൊടുങ്കാറ്റ് ഒടുങ്ങണം. അവൻ പറയുമ്പോൾ കാറ്റും കടലും അവരെ അനുസരിക്കണം. ഇല്ലേൽ അത് വിശേഷം. അതുകൂടെയൊക്കെ ചെയ്യാൻ പാകത്തിലൊരു തലമുറ വന്നവൻ അത് ചെയ്താൽ അത് സുവിശേഷം. ഞങ്ങൾക്ക് പറയാനുള്ളത് വിശേഷമല്ല, സുവിശേഷമാണ്. ഈ സുവിശേഷം വിശ്വസിച്ചാൽ നിനക്കൊരു വലിയ അനുഗ്രഹം ഞാൻ തരും. ദൈവത്തിൻ്റെ ഓഫർ കേട്ടെ. ഈ സുവിശേഷം നീ വിശ്വസിച്ചാൽ നിനക്ക് ഞാനൊരു വലിയ സമ്മാനം തരും. ദൈവത്തിൻ്റെ ഓഫർ. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ യേശു ക്രിസ്തുവിൽ കൂട്ടവകാശികളും. സമ്പന്നനായ ആ ധനികനായിരിക്കുന്ന അപ്പൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? കോട്ടയത്തെ അയാൾക്കുള്ള എല്ലാ സമ്പത്തിനെയും അവകാശിയായൊരു മകൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോൾ ആ ധനികനായിരിക്കുന്ന മനുഷ്യൻ്റെ സകല സ്വത്തിനും അവകാശിയായിരിക്കുന്ന പുത്രനോടുകൂടെ അല്ലെങ്കിൽ മകന്റെ കൂടെ കൂട്ടവകാശി, പെരുവഴിയിലിരുന്ന പിച്ചക്കാരൻ കൂട്ടവകാശിയായി തീരുന്ന കാഴ്ചയെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ലേ? അതാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. ജാതികൾ യേശു ക്രിസ്തുവിൽ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളായി തീരുന്നു. ആ കരമടിച്ചൊരു നന്ദി പറഞ്ഞ കർത്താവിന്. ബാക്കി വായിച്ചേ. ഏക ശരീരസ്ഥരും. തീർന്നില്ല, പിന്നെന്തുവാ പറയുന്നേ? ഏക ശരീരസ്ഥർ. ഏക ശരീരസ്ഥർ. എപ്പോഴാ ഏക ശരീരമാകുന്നേ? ഏക ശരീരമാകണമെങ്കിൽ ആ ചെറുക്കനെയും കൊണ്ട് ഒരു പെണ്ണിനെ കെട്ടിക്കണം. പെരുവഴിയിലിരുന്ന പിച്ചക്കാരൻ ഒരു പിച്ചക്കാരിയായിരുന്നു. കേൾക്കുന്നുണ്ടോ? പക്ഷേ ആ തെരുവിൽ എരന്നുകൊണ്ടിരുന്നവളോടാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയത്. തൻ്റെ മണവാട്ടിയാക്കി ആരെ വേണമെന്ന് ചോദിച്ചപ്പോൾ സമ്പന്നനായ പിതാവിനോട് അധികാരവും സമ്പത്തും അവകാശവുമുള്ള പുത്രൻ പറഞ്ഞു, അപ്പാ എനിക്ക് രാജകൊട്ടാരങ്ങളിൽ നിന്നല്ല, ഞാൻ ദേ ആ തെരുവിൻ്റെ ഒരു ഓരത്ത് ആരാലും പരിഗണിക്കപ്പെടാതെ ചെളിപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറന്നുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. അങ്ങേക്ക് പറ്റുമെങ്കിൽ അവളെ എൻ്റെ വധുവാക്കി തരിക. പാപക്കുഴിയിൽ ശാപക്കടലിൽ കിടന്നു നീന്തിടവേ, പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ, പാപമകറ്റി ശാപം നീക്കി, പാപമകറ്റി ശാപം നീക്കി മാർവിലണച്ചവരേ, കഷ്ടം നഷ്ടം സർവം ഏറ്റു നീ
പിൻപേ നിന്ദാസ നടന്നിടമേ. കഷ്ടം നഷ്ടം സർവം ഏറ്റുമീ, പിൻപേ നിന്ദാസ നടന്നിടമേ. വാഴ്ത്തിയിടുമേ വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോണിതലേ. ഇമ്മാനുവേലേ, എൻ ജീവകാലം പാപക്കടലിൽ ശാപക്കുഴിയിൽ കിടന്നു നീന്തിടവേ. പാപക്കടലിൽ ശാപക്കുഴിയിൽ കിടന്നു നീന്തിടവേ. പാപമകറ്റി ശാപം നീക്കി മാവിലണച്ചവനെ. പാപമകറ്റി ശാപം കഷ്ടം നഷ്ടം സർവം ഏറ്റുമീ, പിൻപേ നിന്ദാസ നടന്നിടമേ. കഷ്ടം നഷ്ടം സർവം ഏറ്റുമീ, പിൻപേ നിന്ദാസ നടന്നിടമേ. വാഴ്ത്തിയിടുമേ വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോണിതലേ. ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോണിതലേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആർക്ക് നിനക്ക് മണവാട്ടിയായിട്ട് ആരെ വേണം? ഉത്തരം, ആ പെരുവഴിയിൽ ആ തെരുവിൽ എരന്നുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു, അവളെ മതി. എന്നാൽ അവളെ തന്നെ ആകട്ടെ, സമ്പന്നനായ രാജാവിൻ്റെ ധനികനായ പുത്രന് വേണ്ടി കാട്ടിൽ നിന്നും ഒരു മണവാട്ടിയെ കൊണ്ടുവന്നു. പെരുവഴിയുടെ ഓരത്തെവിടെയോ ആരോരുമില്ലാതെ അനാഥപ്പെട്ടു പോയ ഉളവളെ വിളിച്ചു കൊണ്ടുവന്ന് അവൻ്റെ സ്വത്തിന് അവകാശിയാക്കി. ആമേൻ. അവൻ അവളുമായി ഏക ശരീരസ്ഥയായി. ഓ ജീസസ്, വാക്യ വായിക്ക്. വാഗ്ദത്തത്തിൽ പങ്കാളി. അങ്ങനെ അവൻ അവളെ തന്റെ വധുവാക്കി സ്വീകരിച്ചു. അവൾ വന്നു, അവനോടുകൂടെ സുവിശേഷം എന്ന മംഗല്യമേറ്റപ്പോൾ, അവൻ അവളുമായി ഒന്നായി തീർന്നപ്പോൾ അവൾ വാഗ്ദത്തത്തിൽ പങ്കാളിയായി. ഇന്നലെ വരെ ആ ഗേറ്റിന് പുറത്തായിരുന്ന അവളുടെ സ്ഥാനം, ഇന്ന് ആ വീടിന്റെ താക്കോൽക്കൂട്ടം ഇപ്പൊ അവളുടെ കയ്യിലായി ഇരിക്കുന്നേ. ഇന്ന് ആ ഭവനത്തിന്റെ താക്കോൽക്കൂട്ടം അവളുടെ കയ്യിലായി ഇരിക്കുന്നേ. ഇങ്ങനെ ദൈവത്തിന്റെ സകല സമ്പത്തിനും പാപിയായ മനുഷ്യൻ അവകാശിയായി തീരുമെന്നുള്ള മഹാരഹസ്യം വാഴ്ചകളെയും അധികാരങ്ങളെയും കാണിച്ചുകൊണ്ട് ഓരോ പാപിയെയും തന്റെ സ്നേഹത്താൽ വീണ്ടെടുത്തുകൊണ്ട് ദൈവം സ്വർഗത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും, നിന്റെ ജീവിതത്തിൽ ഭവിക്കുന്ന ഏതൊരു കാര്യവും തന്റെ കരുണയുടെ വലിപ്പം എന്തെന്ന് വെളിപ്പെടുത്തി കാണിക്കേണ്ടതിന് ദൈവം അതിനെ മുഖാന്തരമാക്കി തീർക്കുന്നു. ഇന്ന് രാത്രി എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ഉടരവന ഹംദന ജഗൽഖനാഥന ഹോറാബാല രഹസ്യാധനെ. ഹോറിബെനിദിയാം ധരെ ഇന്ന് രാത്രിയിൽ ഈ ദൈവാലോചനയെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആഴമായി സംസാരിച്ചെങ്കിൽ ചില മിനിറ്റുകൾ കർത്താവിനോടൊന്ന് നന്ദി പറയുക. ഓ ജീസസ്. റൂഡാരവല രഹസ്യഗതിരികൾ ഖനാഥന